ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരളത്തിൽ +2 സയൻസിന് ശേഷം പൊതുവെ കാണുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നീറ്റ് എഴുതി അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റിന് പോവുക. ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം, ചിലപ്പോൾ 4 വർഷം വരെ പോകുന്നവരുണ്ട്. ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആർ റിപ്പീറ്റിംഗ് ഫോർ നീറ്റ്. അതിൽ എത്ര പേർക്കാണ് കിട്ടുന്നത്? ഒരു ചെറിയ ഫ്രാക്ഷൻ ആളുകൾക്കാണ് ഈ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റി MBBS സീറ്റ് മെറിറ്റിൽ കിട്ടുന്നത്, അല്ലേ? ബാക്കിയുള്ളവർക്ക് എന്താ നഷ്ടം വരുന്നത്? അവരുടെ സമയം, അവരുടെ ക്ലാരിറ്റി, അവരുടെ കോൺഫിഡൻസ് അവർക്കൊക്കെ നഷ്ടപ്പെടും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സസ് ലൈക്ക് BPharm, BSc നഴ്സിംഗ്, MLT പോലത്തെ കോഴ്സസൊക്കെ എടുത്തിട്ട് അത് പഠിക്കാൻ തുടങ്ങും. അതെന്താ, അവർക്ക് ഇഷ്ടമായിട്ടാണോ? അല്ല, അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് അവർ ഈ ഒരു കോഴ്സസ് എടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ പാഷൻ മെഡിസിനിലാണ് ഉള്ളതെന്നെങ്കിൽ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരൊറ്റ എക്സാം വെച്ചല്ലല്ലോ നിങ്ങളുടെ വെർത്ത് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ MBBSനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഫാർമസി, ഡ്രഗ് ഡിസ്കവറി, റെഗുലേറ്ററി അഫയേഴ്സ്, ഡാറ്റാ സയൻസ്, ക്ലിനിക്കൽ റിസർച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻസിൻ്റെ ജീവിതത്തിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ഡോക്ടേഴ്സ്. ഓക്കെ, ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്ത് തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പ്രോഗ്രസ് ചെയ്യുക. MBBS എന്നുള്ളത് ഒരു വേ ആണ്, പേഷ്യൻസിൻ്റെ ജീവിതത്തിന് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് യുവർ പാത്ത്, ട്രൈ ടു പ്രോഗ്രസ് ഫ്രം ദാറ്റ്. ഓക്കെ, ബൈ.